സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അഥവാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട സംഭവം തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അഥവാ നെതർലാൻഡിലോട്ടുള്ള വർക്ക് വിസ. നെതർലാൻഡിൽ ഒരു ജോബ് കിട്ടി പോകാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും നമുക്ക് ജോബ് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. നെതർലാൻഡിൽ ഒരു 80% ജോബിനൊക്കെ ഡച്ച് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഈവൻ ഒരുപാട് മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ് നെതർലാൻഡ്. അൺസ്കിൽഡ് ജോബിലും സ്കിൽഡ് കാറ്റഗറിയിലായിട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെതർലാൻഡിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.79 crore ടോട്ടലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നൈബറായിട്ട് വരുന്ന കൺട്രി എന്ന് പറഞ്ഞാൽ ജർമ്മനി, ബെൽജിയം പോലുള്ള കൺട്രികളാണ് തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രീസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ പിന്നെ വേറൊരു ഫാക്ടർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറിയാണ്. ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ 3666 ആണ് ആവറേജ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ ഒരു 3,50,000 റുപ്പീസൊക്കെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊക്കെ അവിടെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോബാണ്. ഈ ജോബൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ഒരുപാട് പോർട്ടൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ജോബ് കണ്ടെത്താൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള സപ്പോർട്ട് നമ്മൾ തരും. അതേപോലെ തന്നെ അവിടേക്കുള്ള പ്രിപ്പറേഷനോ CV, കവർ ലെറ്റർ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസസും നമ്മൾ നൽകുന്നതാണ്. അതേപോലെ തന്നെ ഇനി ഏതൊക്കെ കാറ്റഗറിയിലുള്ള വർക്ക് വിസകളാണ് അങ്ങോട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വരുന്നത് TW ടെമ്പററി വർക്കർ പെർമിറ്റ് ആണ് ഒന്നാമത്തെ വരുന്നത്. പിന്നെ രണ്ടാമത്തത് സിംഗിൾ പെർമിറ്റ് ആണ്. അതേപോലെ തന്നെ ഹൈ സ്കിൽഡ് മൈഗ്രന്റ് വിസയാണ് മൂന്നാമത്തെ വരുന്നത്. അതുപോലെ തന്നെ ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫേഴ്സ്, അതേപോലെ തന്നെ EU ബ്ലൂ കാർഡ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പിന്നെ വിസക്ക് വരുന്ന കോസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന വിസക്ക് ഒരുപാട് ക്യാഷ് വരും. അതുപോലെ തന്നെ ടിക്കറ്റിന് ഒരുപാട് ക്യാഷ് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വിസക്കൊക്കെ വരുന്നത് 80 euro ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വന്നു, നിങ്ങളുടെ വിസ വന്നു ഒക്കെ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് 80 euro അടച്ചാൽ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞാൽ 7,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രോപ്പറായിട്ട് കാണിക്കാൻ പോകുന്നത് ജോബിന് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് രീതികൾ, അതിനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സൈറ്റ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോക്കകത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ സൈറ്റ്സിലൊക്കെ കയറിയിട്ട് മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ, അത് കയ്യിൽ നിന്നില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും. ആസ് എ പെയ്ഡ് കൺസൾട്ടേഷൻ ത്രൂ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കുറേ ആളുകൾ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നമ്മൾ എല്ലാം ചെയ്യുന്നത് ഒരു പെയ്ഡ് കൺസൾട്ടേഷൻ ത്രൂ ആണ്. അപ്പോൾ അതിനുള്ള ചാർജസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഓരോ സർവീസസ് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നിങ്ങളെ സൈഡിൽ നിന്ന് മാക്സിമം. കാരണം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടും. അതേപോലെ തന്നെ ട്രൈ ചെയ്ത് ശ്രമിച്ച് ജോലി കിട്ടി പോയ ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ടിരിക്കും ഒരു ജോലി കിട്ടുന്നതും കിട്ടാത്തതും. പിന്നെ നിങ്ങൾ എത്രത്തോളം ഒരു ദിവസം അപ്ലൈ ചെയ്യുന്നുണ്ട് അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ജോബെല്ലാം നിർണ്ണയിക്കുന്ന ഘടകം. പിന്നെ നമ്മളെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം ഒരു മാറ്ററാണ്. അപ്പോൾ ഇതിനാണ് കേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകളൊന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വെബ്സൈറ്റ്സ്. അപ്പോൾ നോർമലി 332 വേക്കൻസീസ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് സൈറ്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരുന്നൊരു വെബ്സൈറ്റ്സാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കർ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ വർക്കറുടെ ജോബിന് വേണ്ട റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇത് നോക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ കമ്പനിക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ഓഫർ ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് താഴത്തോട്ട് വരുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ID, ഫോൺ നമ്പർ, നിങ്ങളിപ്പോൾ ഏത് കൺട്രിയിലാണ് ഉള്ളതെന്നെങ്കിൽ ആ ഒരു കൺട്രീൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക, CV അവിടെ അപ്ലോഡ് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ മോട്ടിവേഷൻ ലെറ്റർ, അതേപോലെ തന്നെ CV കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ചാർജിന് പ്രിപ്പയർ ചെയ്ത് തരും. മോട്ടിവേഷൻ ലെറ്ററും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ അവൈലബിൾ ആയിട്ടുള്ള മോസ്റ്റ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ റെഫറൻസിന് സൈറ്റ്സ് മാത്രമാണ്. ഇപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റ്സുകളും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി റെഫർ ചെയ്ത് തരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഒരുപാട് ഇതിലോട്ട്. അതേപോലെ തന്നെ വർക്ക് പ്ലാനർ, അതേപോലെ തന്നെ വെൽഡർ ആയിട്ടുള്ള ആളുകൾക്കുള്ള വേക്കൻസി, സെക്യൂരിറ്റി എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വേക്കൻസീസ്, കോൺട്രാക്ട് കോർഡിനേറ്റർ, മെഷീൻ മെക്കാനിക്, അങ്ങനെ ഒരുപാട് വേക്കൻസീസ് നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ്. ഈ സൈറ്റ്സിൽ തന്നെ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഓരോ ജോബ് ഫൈൻഡ് ചെയ്തിട്ട് അതിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ കിച്ചൺ അഡ്വൈസർ വേക്കൻസീസ്, സിവിൽ എഞ്ചിനീയർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള വേക്കൻസീസ്. അതേപോലെ തന്നെ ഇനി നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ എന്താ പറയുക, നമുക്ക് EMVI കോർഡിനേറ്റർ, അതേപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, വർക്ക് പ്ലാനർ. അത് ഓരോ ലൊക്കേഷൻ ബേസ്ഡാണ്, ആംസ്റ്റർഡാം ബേസ്ഡാണ് ഇങ്ങനെയുള്ള വേക്കൻസീസ്. അടുത്ത് സ്റ്റേ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് കാണാൻ പറ്റും. അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള വരുന്ന വേക്കൻസീസ് തന്നെയാണ്. അത് എത്ര അവറാണ് നമുക്ക് ഡ്യൂട്ടി വരുന്നത്, ലൊക്കേഷൻ ഏതാണ്. ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാം നെതർലാൻഡിൻ്റെ ക്യാപിറ്റലാണ് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് താഴത്തോട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്തുള്ള വേക്കൻസീസ്, എസ്പെഷ്യലി ഇത് കിടക്കുന്നത് അവരുടെ ഡച്ച് ലാംഗ്വേജിലായിരിക്കും. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാറ്റാം. കിച്ചൺ എംപ്ലോയിലുള്ള വേക്കൻസീസ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. CV അപ്ലോഡ് ചെയ്യുക, കവർ ലെറ്റർ അപ്ലോഡ് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യുക. എസ്പെഷ്യലി ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക, റിക്വയർമെൻറ്റ്സ് എന്താണ്, മാച്ച് ആവുന്നുണ്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതികളും വെബ്സൈറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാച്ച് ആവുന്നതാണോ നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റഡ് റെസ്യൂമേ, യൂറോപ്പ് മോഡൽ റെസ്യൂമേ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് വേക്കൻസീസ് ഈ സൈറ്റ്സിലൊക്കെ അവർ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ ജെന്യുവിനായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.